ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ചോറിൻ്റെ കറി എന്ന് പറയുന്നത് ഉണക്കമീൻ വറുത്തതും തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണക്കമീൻ കഴുകി മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു തക്കാളി ധാരാളം മതി കേട്ടോ, ബാക്കി വരും കേട്ടോ നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സമയമായിട്ടില്ല കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറിൻ്റെ ചുരിദാറാണ്. ഞാനൊരു 6 വർഷത്തോളമായി കേട്ടോ ഇത്താക്ക് ചുരിദാർ തയ്ച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഇത്താടെ ചുരിദാറുകളെല്ലാം ഇഷ്ടമാണ്. എല്ലാം ഈ ലൈറ്റ് ഷെയ്ഡ് നല്ല കോട്ടൻ്റെ ചുരിദാറുകളായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം എന്നാൽ തയ്ച്ചേക്കാമെന്ന് എഴുതി. അപ്പോൾ എനിക്ക് നാളെ കൊടുക്കാനുള്ളതാണേ. അപ്പം ഞാനത് തയ്ക്കുവാണ്. എനിക്ക് രാത്രി തയ്ക്കണേ കേട്ടോ ഏറ്റവും ഇഷ്ടം. പകൽ തയ്ക്കണേക്കാളും ഇഷ്ടം രാത്രി തയ്ക്കണേ കേട്ടോ. അപ്പോൾ എൻ്റെ ചുരിദാറിൻ്റെ ആ ടോപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഷേപ്പ് ചെയ്യാനായിട്ടുള്ളതെല്ലാം മാർക്കെല്ലാം ചെയ്ത് വെച്ചു. അപ്പോഴേക്കും സമയം ഒരു 9 മണിയായി. അപ്പോൾ നമുക്ക് കറി വയ്ക്കണം. അപ്പോൾ ഞാൻ ആ തക്കാളി അരിഞ്ഞെടുത്തു, ചെറിയൊരു സവാളയും 2 പച്ചമുളകും കറിവേപ്പിലയും എടുത്തു. തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ ഒട്ടും സമയം വേണ്ടല്ലോ, 5 മിനിറ്റ് പോലും വേണ്ടല്ലോ. പെട്ടെന്ന് തന്നെ ഞാൻ നല്ല അടിപൊളി തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയെടുത്തു കേട്ടോ. പിന്നെ ഉണക്കമീനും വറുത്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ തക്കാളി ചമ്മന്തിയും ഉണക്കമീൻ വറുത്തതും. വേറെ ഒന്നും വേണ്ട ചോറിന് ഇതിൻ്റെ കൂടെ. അപ്പം ഞാൻ സിമ്പിളായിട്ട് രാത്രി എനിക്ക് എളുപ്പത്തിനൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറികളാട്ടോ ഇത്. അപ്പോഴും സമയമൊന്നും ആയിട്ടില്ല. അപ്പം എൻ്റെ ചുരിദാർ എനിക്ക് വീണ്ടും കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് എൻ്റെ ചുരിദാർ കംപ്ലീറ്റ് ചെയ്തു. പാൻറ്റ് കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. കഴിഞ്ഞിട്ട് കഴിച്ചു. അത്രേ ഉള്ളൂ. ടാറ്റ.